ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദൈവം അരുളി ചെയ്യുന്നു. ഇതാ, ഞാൻ നിനക്ക് മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം അത് തുറന്നു വച്ചിരിക്കുന്ന ദൈവമാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ കഴിവുള്ള ദൈവം, സർവശക്തനായ ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്ന് വച്ചിരിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവം തുറന്നു വെച്ച വാതിൽ യേശു ക്രിസ്തുവാണ്. യേശുവിനെ പിതാവായ ദൈവം ഈ താണ ലോകത്തിലേക്ക് അയച്ചത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് പാപമോചനവും നിത്യജീവനും നൽകി തരുവാനാണ് യേശുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. യേശു കർത്താവ് നാം മരിക്കേണ്ടതിന് പകരമായി ക്രൂശിൽ തകർക്കപ്പെട്ടതിലൂടെ യേശുവിൻ്റെ ശരീരം ഉഴവുചാലുകൾ പോലെ കീറിയപ്പോൾ തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചെന്തിക്കൊണ്ട് നമുക്ക് വേണ്ടി തുറന്നതൊരു വഴിയാണ്. യേശു തുറക്കപ്പെട്ട ഒരു വാതിലായിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ശരീരം ചിന്തിക്കൊണ്ട് തിരശ്ശീല കീറിക്കൊണ്ട് പിതാവായ ദൈവം തുറന്നത് ഒരു വഴി കൂടിയാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അത് തുറന്നു വച്ചിരിക്കുകയാണ്. ഇത് ദൈവത്തെ കണ്ടെത്താകുന്ന കാലം, ദൈവം അടുത്തിരിക്കുന്ന സമയം. നിങ്ങൾ അടുത്തു വന്നാൽ ദൈവം നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ, നിങ്ങളതിനെ ഉപേക്ഷിച്ചാൽ, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് മടങ്ങി വന്നാൽ ദൈവം അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ദൈവം ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. തൻ്റെ പുത്രനായ യേശുവിനെ കാൽവറിയിൽ പരസ്യമായി നിർത്തിക്കൊണ്ട് ദൈവം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ തുറക്കപ്പെട്ട വാതിലിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. പ്രാണനെ വെച്ചു കൊടുത്താണ് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചത് നാം എല്ലാവരും പാപികളായിരുന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ധൈര്യത്തോടെ അടുത്ത് വരാം. നിങ്ങൾ യോഗ്യരാണ്. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രവൃത്തികളൊന്നുമല്ല. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്, ഇത് കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ദൈവം ഇന്ന് പകൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കുവാനുമല്ല ഈ വാതിൽ തുറന്നത്. നമ്മുടെ പാപം മുഴുവൻ യേശുവിൻ്റെ മേൽ ചുമത്തിയത്, നമുക്ക് ലഭിക്കേണ്ടിരുന്ന ശിക്ഷാവിധി അവൻ ഏറ്റുവാങ്ങിയത് നമ്മെ രക്ഷിക്കാനാണ്, നമ്മെ അനുഗ്രഹിക്കാനാണ്. വിശ്വസിക്കുക, ഈ പകൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. നന്മകൾ വെളിപ്പെടുകയാണ്. വിശ്വാസത്തോടെ ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.